ആദ്യം തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മലേഗാവ് സ്ഫോടന കേസിൽ RSS സർസംഘചാലകിനെ കുടുക്കാൻ ഗൂഢാലോചന നടന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ഡോക്ടർ മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദമുണ്ടായിരുന്നതായി മഹാരാഷ്ട്ര ATS മുൻ ഉദ്യോഗസ്ഥനാണ് തുറന്ന് പറഞ്ഞത്. സർസംഘചാലകിനെ അറസ്റ്റ് ചെയ്യാൻ സീനിയർ IPS ഉദ്യോഗസ്ഥൻ പരംവീർ സിംഗ് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ യാതൊരു തെളിവും ഇല്ലാത്തതിനാൽ ഉത്തരവ് അനുസരിച്ചില്ല എന്നുമാണ് മുൻ പോലീസ് ഇൻസ്പെക്ടർ മെഹബൂബ് മുജാവർ വെളിപ്പെടുത്തിയത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തതിനാൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന തനിക്കെതിരെ വ്യാജ കേസുകൾ ചമച്ചതായി മുജാവർ പറയുന്നുണ്ട്. ആദ്യം ആ പ്രതികരണം കാണാം. उन्होंने जो आदेश दिया था मोहन भागवत जी के बारे में, वरिष्ठ अधिकारी थे वो मोहन, तुम्हारे परमवीर सिंह के अलावा और वरिष्ठ अधिकारी थे. उनका कहना ऐसा था कि पहले जाके मोहन भागवत को मिलके क्या तो उनका डिस्कशन हुआ है, अब तुम जाके उनको उठा के लाओ, ऐसा आदेश था. वो भयानक झूठे जो तब उस एक कंसेप्ट निकल के आया था तब, भगवा आतंकवाद के नाम पे ये तपास चल रहा था. तपास जो करना चाहिए वो नहीं हुआ. भगवा आतंकवाद, हिरवा आतंकवाद, ये था, ये गलत था, झूठ था. और इतने बड़े आदमी को लाने के लिए मेरे पे जवाबदारी डाले थे. तो मेरे झूठ करने की मेरी कैपेसिटी नहीं है. मेरे को धाड़सी बोल के लिए थे उन्होंने, धाड़स से काम करेंगे, ये बहुत टेरर है, अमुक है, ऐसे से करे थे. तो मैंने जाके नागपुर में बहुत दिन तक रुका मैं. अच्छा. मगर वो काम नहीं किया मैं. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപനാണ് ആദ്യം ചേരുന്നത്. നന്ദൻ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് മലേഗാവ് സ്ഫോടന കേസിൽ 7 പേരെയും കുറ്റമുക്തരാക്കിയത് കോടതി. ഇതിന് പിന്നാലെ വരുന്ന മുജാവറിന്റെ തുറന്നു പറച്ചിൽ, അത് എന്താണ്, എങ്ങനെയാണ്, എത്രത്തോളം നിർണായകമാണ്? രാഖി, മെഹബൂബ് മുജാവർ ഇയാൾ മഹാരാഷ്ട്ര പോലീസിലെ ഇൻസ്പെക്ടറായിരുന്നു. 2008 സെപ്റ്റംബർ 29 രാത്രി 9:30 ഈ മെഹൽഗാവിൽ സ്ഫോടനം നടക്കുമ്പോൾ ഇയാൾ അന്ന് ഡെപ്യൂട്ടേഷനിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നു. ഈ കേസ് അന്വേഷണം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് മഹാരാഷ്ട്രയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഈ കേസ് അന്വേഷിച്ചു. അന്ന് ഈ ഭീകരവിരുദ്ധ സ്ക്വാഡിൽ ഇയാൾ അംഗമായിരുന്നു. ഇയാൾ ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് RSSന്റെ പരമോന്നത അധികാരിയായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് സർസംഘചാലക്, അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മെഹബൂബ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പരംവീർ സിംഗ് എന്നുള്ള ഉദ്യോഗസ്ഥനാണ്, IPS ഉദ്യോഗസ്ഥനാണ് സർസംഘചാലകരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്. മറ്റുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ സർസംഘചാലകരെയും അറസ്റ്റ് ചെയ്യുവാനുള്ള നിർദ്ദേശമായിരുന്നു പ്രധാനമായും ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്. എന്നാൽ വാക്കാൽ മാത്രമായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയത്. സർസംഘചാലകത്തിനെതിരെ ആ സമയത്ത് യാതൊരുവിധ തെളിവുകളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥനെ ധരിപ്പിച്ചു. ഈ ഉദ്യോഗസ്ഥൻ്റെയും അതേപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഒക്കെ തന്നെ പ്രതികാര ഫലമായാണ് കഴിഞ്ഞ 40 വർഷമായി താൻ ഇതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് തനിക്കെതിരെ അന്യായമായ വ്യാജ കേസുകൾ ചുമത്തി. ഇതിൻ്റെ ഫലമായി 40 വർഷം താൻ ദുരിതം അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ മഹാരാഷ്ട്ര പോലീസിലെ ഇൻസ്പെക്ടറായിരുന്ന മെഹബൂബ് മുജാവർ വ്യക്തമാക്കുന്നത്. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പ്രധാനമായും കാവി ഭീകരത എന്നുള്ള ആഖ്യാനം, അത് വ്യാജമായിട്ടുള്ള ഒരു ആഖ്യാനം മാത്രമായിരുന്നു. അത്തരമൊരു സംഭവം, കാവി ഭീകരത എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. മറിച്ച് നമുക്കറിയാം, അന്ന് കേന്ദ്ര ഭരണത്തിലുണ്ടായിരുന്നത് UPA സർക്കാരാണ്. രാജ്യത്തുടനീളം സ്ഫോടന പരമ്പരകളുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ ഇസ്ലാമിക ഭീകരത വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയായ ഒരു അവസരത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതല്ലെങ്കിൽ തങ്ങളുടെ ബ്ലോക്കായി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഖ്യാതിയിൽ, അത്തരമൊരു ഭീഷണിയിൽ ഒരു കാവി ഭീകരത എന്നുള്ള അവസ്ഥ കൂടി രാജ്യത്ത് സൃഷ്ടിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന UPAക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് ചിന്തിച്ചിരുന്നത്. P. ചിദംബരം അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാവി ഭീകരത എന്നുള്ള ആഖ്യാനം ഈ 2008 ഈ കേസിനെ തുടർന്ന് രാജ്യത്തുടനീളം പടച്ചുവിടുവാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചു. അതിന് നേതൃത്വം നൽകുവാൻ
വേണ്ടി പി ചിദംബരത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു 2008 ഈ സ്ഫോടനം എന്നുള്ളതാണ്, മലേഗാവ് സ്ഫോടനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മലേഗാവ് സ്ഫോടനത്തിൽ നിരവധി നിരപരാധികൾ പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്യാസിനി അടക്കം അതേപോലെ തന്നെ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തിയടക്കം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം NIA പ്രത്യേക കോടതി ഇവരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗൂഢാലോചനകൾ പൊളിഞ്ഞടുക്കുന്ന ഒരു ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ധർമ്മ വിജയത്തിന്റെ ഭാഗം കൂടിയെന്ന് വേണം വിലയിരുത്തുവാൻ ഇപ്പോൾ ഈ മെഹബൂബ് മുജാവറിന്റെ പ്രസ്താവനകളെ. പ്രത്യേകിച്ച് മോഹൻ ഭാഗവത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലകായിരിക്കുന്ന പരമോന്നത അധികാരിയായിരിക്കുന്ന സർസംഘചാലകനെ ഈ കേസിൽ കൊടുക്കാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരികൾ അന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളത് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഹബൂബ് മുജാവർ വ്യക്തമാക്കുന്നത്. കാവി ഭീകരത എന്നുള്ള ആഖ്യാനം രാജ്യത്ത് പടച്ചുവിടുവാൻ വേണ്ടി നടത്തിയ 2008 ഈ സ്ഫോടനം, മലേഗാവ് സ്ഫോടനത്തിൽ RSSന്റെ നേതൃത്വത്തെയും കുടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു, അല്ലെങ്കിൽ അത്തരം ഗൂഢാലോചനകൾ നടന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവിച്ചിരിക്കുന്നവരും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലപ്പെട്ടവരായി കാണിച്ചുകൊണ്ട് ചാർജ് ഷീറ്റ് നൽകുവാൻ വേണ്ടിയുള്ള പ്രേരണ നിർബന്ധിച്ചു അത്തരം ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് പ്രധാനമായും ഈ അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിലും അത് വ്യക്തമാക്കിയിരുന്നു. 101 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പ്രധാനമായും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ 95 പേർക്ക് മാത്രമായിരുന്നു പരിക്കേറ്റത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിലടക്കം വലിയ രീതിയിൽ വ്യാജമായ കൃത്രിമങ്ങൾ ധാരാളമായി അതിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് കോടതിക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ 2028 സെപ്റ്റംബർ 29 രാത്രി 9:33 കോൺഗ്രസ് ഗൂഢാലോചനയിലാണ് ഇത്തരം അല്ലെങ്കിൽ കാവി ഭീകരത എന്നുള്ള ആഖ്യാനം നൽകുവാൻ വേണ്ടിയാണ് ഈ മലേഗാവ് സ്ഫോടനം ഉണ്ടായത്. അതിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ RSS ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. RSSന്റെ നേതൃത്വത്തെ തന്നെ അതിൽ ഉൾപ്പെടുത്തുവാൻ, ആ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നിലവിൽ ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാലാണ് ഇതുവരെയും പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അന്തിമവിധി മുംബൈ NIA കോടതി നൽകിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ സധൈര്യം ഈ വിഷയം തുറന്നു പറയുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ 40 വർഷമായി താൻ ഇത് ആലോചിച്ച് ദുഃഖിക്കുകയാണ്. തന്നെ രാഷ്ട്രീയ നേതൃത്വവും അതേപോലെ തന്നെ ഉന്നത പോലീസ് നേതൃത്വവും അടങ്ങുന്ന വലിയൊരു ഗൂഢസംഘം തന്നെ വേട്ടയാടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ മെഹബൂബ് മുജാവർ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. രാഖി.